വിഷുവായിട്ട് എല്ലാ വീട്ടിലും പടക്കം പൊട്ടണം. എന്ത് രസമാണ് കേൾക്കാൻ. നമ്മുടെ കുട്ടിക്കാലത്ത് ഓർമ്മ വരിക. എന്തമ്മ ആലോചിച്ചിരിക്കണേ? ഒന്നുമില്ല മോനെ, പടക്കമൊക്കെ പൊട്ടുമ്പോഴേ ഉമ്മയുടെ ചെറുപ്പകാലം ആലോചിച്ച് പോയി. അതാണ് അമ്മ ആലോചിച്ചുകൊണ്ടിരിക്കണേ. ഞാൻ വരുന്ന കഴിക്കുന്നുണ്ട്, എല്ലാ വീട്ടിലുണ്ട് പൊട്ടിച്ചോണ്ടിരിക്കുക. അവിടെ നോക്കിയാലും പടക്കം പൊട്ടിക്കൊണ്ടിരിക്കുക. ഉമ്മയുടെ ചെറുപ്പകാലത്തൊക്കെ എൻ്റെ ഉപ്പ പടക്കം വാങ്ങിച്ചിട്ട് വരും. ഇക്കാക്ക് ഓലപ്പടക്കം, മാലപ്പടക്കം, അതുപോലെ ഗുണ്ട്, അവനക്ക് ഇഷ്ടമുള്ളതൊക്കെ അവനക്ക് മേടിച്ചു കൊടുത്തിട്ട് എനിക്ക് മത്താപ്പ്, പൂത്തിരി, കമ്പിത്തിരി, ഇങ്ങനെയുള്ള സാധനമൊക്കെ എനിക്ക്. ഇതൊക്കെയാണ് മോനെ എൻ്റെ ഓർമ്മയിൽ. പഴയ ഓർമ്മ ആലോചിച്ച് പോയി പടക്കം പൊട്ടിയപ്പോൾ. ഇതൊക്കെ എന്തിനാണ് ഇപ്പം പറയാൻ നിൽക്കുന്നത്? പിന്നെ ഞാൻ ആരെടുത്ത മോനെ പറയാം, നിങ്ങൾ നാട്ടിലില്ലാണ്ടായിട്ട് 10 കൊല്ലമായില്ലേ. അപ്പുറത്ത് ഇപ്പുറത്തുള്ളവർ പൊട്ടിക്കുമ്പോൾ നമ്മ ഇരുന്നിട്ട് ഇങ്ങനെ കേൾക്കും. അത് കേട്ട് ആസ്വദിക്കല്ലാണ്ട് ഉമ്മ ഇന്നേ വരെ ഒരു പടക്കം പൊട്ടുകലും ഒന്നുമില്ല. ഉമ്മ പറയാം, മുമ്പായിട്ട് കുറച്ച് കമ്പിത്തിരിയും പൂത്തിരിയും മത്താപ്പ് ഇതൊക്കെ വാങ്ങിച്ചിട്ട് വേണം മോനെ. ഉമ്മാക്കൊരാഗ്രഹം, പഴയ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അതൊന്ന് കത്തിക്കണം എന്നൊരാഗ്രഹം. മുമ്പ് വാങ്ങിച്ചു തരും ഉമ്മാക്ക്. ഉമ്മാക്ക് എന്തിൻ്റെ കടാണ് ഉമ്മ? ഉമ്മയുടെ പറച്ചിൽ പഴയ കാലത്തെ പറച്ചിലായിട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ വലിയ സെറ്റപ്പും കാര്യമൊക്കെ ആണെന്ന്. ഇതാണ് പടക്കം പൊട്ടിക്കേണ്ട പ്രായമാണ് ഇപ്പോൾ ഇത്. മനസ്സിലെ ചായ ഒക്കെ നോക്കിയേ. ഞാൻ പോയി കുളിച്ചിട്ട് എന്തെങ്കിലും വരാം. ഹലോ. അതെ, ഞാൻ വരുമ്പോൾ എന്താ മേടിക്കേണ്ടത്? സമയം 9 മണിയായി, നേരം വൈകി. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ വരുമ്പോൾ എനിക്ക് കുറച്ച് മത്താപ്പ് വാങ്ങിച്ചിട്ട് വരുമോ? കമ്പിത്തിരി. കമ്പിത്തിരി മത്താപ്പാ? നീ എന്താ പറയണത്? ഇപ്പം എന്താ നിൽക്കിയത് തോന്നണ്? ഒന്നുമില്ല, അത് ഷമീറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവൻ കൂട്ടാക്കണില്ല. അപ്പം നിങ്ങൾ പറപ്പൂരല്ലേ, അപ്പം എന്തായാലും വാങ്ങിച്ചു കൊണ്ട് വരും. ഒരു തോന്നല് പൊട്ടിക്കണം. അതിനുള്ള പൈസ ഒന്നും എൻ്റെ കയ്യിലില്ല. നീ എന്താ പിന്നെ കുട്ടിയാവുകയാണോ? അതിനുള്ള പ്രായമാണോ അപ്പോൾ ഈ സമയത്തൊക്കെ ഇത് മേടിക്കുന്നത്? ഞാൻ അങ്ങോട്ട് വരികയാണ്, നീ ഫോണെ വെച്ചേ. നിങ്ങൾ നാട്ടിലില്ലാണ്ടായിട്ട് 10 കൊല്ലമായില്ലേ. എൻ്റെ ഉമ്മ ഇന്നേ വരെ ഒരു പടക്കം പൊട്ടുകലും ഒന്നുമില്ല. ഉമ്മ പറയാം, മുമ്പായിട്ട് കുറച്ച് കമ്പിത്തിരിയും പൂത്തിരിയും മത്താപ്പ് ഇതൊക്കെ വാങ്ങിച്ചിട്ട് വേണം മോനെ. ഉമ്മക്കൊരാഗ്രഹം. ഉമ്മ അത്രത്തോളം ആഗ്രഹിച്ച് പറഞ്ഞിട്ട് ഞാൻ ഒരു ചെറിയൊരു വില പോലും വെക്കാണ്ട് ഉമ്മനെ. സർപ്രൈസ് ആയി കൊടുക്കാം. ഉമ്മ കാണുമ്പോൾ സർപ്രൈസ് പോലെ ആവും. എവിടെ? ഉമ്മ പണിയില്ല. നിങ്ങൾ ജ്യൂസ് കുടിച്ചപ്പോൾ ക്ലാസ്സുകളൊക്കെ കഴുകി വെക്കുക. എൻ്റെ കള്ള ചെറിയൊക്കെ ചിരിക്കുന്നത്. ഉമ്മ കണ്ണടച്ചേ? കണ്ണടക്കി. എന്തേ കണ്ണടക്കി? കണ്ണ് പൂട്ടാനെ പറഞ്ഞിട്ട് കൈ നീട്ട്. 2 കൈ നീട്ട്. ഇനി കണ്ണു തുറന്നേ. ഉമ്മ കൊറേ ആഗ്രഹിച്ചതല്ലേ ഉമ്മ ചെറുപ്പകാലത്ത് ഉമ്മ കൊറേ ആഗ്രഹിച്ചതല്ലേ? ഉമ്മക്ക് ആഗ്രഹിച്ച് പറഞ്ഞപ്പോ അത് ഞാൻ എന്തോ ആ സമയത്ത് അത് തള്ളിക്കളഞ്ഞു, വലിയ സീരിയസ് ആക്കിയില്ല. പിന്നെ ആലോചിച്ചപ്പോ ഉണ്ടല്ലോ, ഉമ്മയുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷമൊക്കെ. ഉമ്മയുടെ സന്തോഷം കഴിഞ്ഞിട്ട് മതി ബാക്കി എന്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെയാണ് ഞാൻ കൂടുതൽ എനിക്ക് കിട്ടുക. പിന്നെ ഇതൊക്കെ ഇപ്പോഴാണ് കേട്ടോ. ഞങ്ങളുടെ കാലത്തൊക്കെ ഇങ്ങനത്തെയാണ്. എന്തായാലും സന്തോഷപ്രായത്തെ വിഷു ആഘോഷിക്കാം. അല്ല, ഞാൻ പൊട്ടിച്ച് മനസ്സിലുള്ള ആഗ്രഹം പറഞ്ഞപ്പോൾ മുമ്പ് മേടിച്ചു എന്നല്ലേ ഏറ്റവും സന്തോഷം.